കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ടി.വി. എബ്രാഹത്തിന്റെ നിര്യാണത്തിലൂടെ കുറവലങ്ങാടിനും സംഭവിച്ച നഷ്ടം ഏറെ വലുതാണ്. കുറവലങ്ങാട്ടെ സാധാരണക്കാർ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഗൈക്കോയുടെ വികസനം വീണ്ടും പ്രതിസന്ധിയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ടി.വി. എബ്രാഹിം കഥാവിശേഷനായിരിക്കുന്നത്. കുറവലങ്ങാട് സമീപ പഞ്ചായത്തുകളിലുമുള്ള ഒട്ടേറെ റബ്ബർ കർഷകരുടെ പ്രതീക്ഷയായാണ് ഗൈക്കോ പ്രസ്ഥാനം ഫാദർ പോൾ പഴയമ്പുലിയുടെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുറവലങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പരാധീനതകളും തിരിച്ചടയ്ക്കാനാവാത്ത വായ്പകളും എത്തിയതോടെ ഗൈക്കോ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ എത്തുകയും ലേ ഓഫ് നടത്തുകയും ചെയ്തിരുന്നു. നിലവിലുണ്ടായിരുന്ന ഭരണസമിതി രാജിവെച്ച് ഒഴിഞ്ഞതോടെ സഹകരണ വകുപ്പ് നടപ്പിലാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ പ്രധാന വ്യക്തി ടി.വി. എബ്രാഹിം ആയിരുന്നു. ടി.വി. എബ്രാഹിം പ്രസിഡന്റായുള്ള 3 അംഗ ഭരണസമിതി ഗൈക്കോയുടെ ഭരണം ഏറ്റെടുത്ത് പ്രത്യക്ഷമായ ഒട്ടേറെ വികസന പരിപാടികൾ നടത്തി വരുന്നതിനിടയിലാണ് ടി.വി. എബ്രാഹിം രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലാകുന്നത്. ടി.വി. എബ്രാഹിം ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ കുറവലങ്ങാട്ട് അടച്ചുപൂട്ടിയ നിലയിലായിരുന്ന ഗൈക്കോ ഫാർമേഴ്സ് സൂപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നത് ഗൈക്കോയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ദീർഘവീക്ഷണത്തിന്റെ വലിയ തെളിവ് തന്നെയായിരുന്നു. ഗൈക്കോയുടെ നേതൃത്വത്തിൽ റബ്ബർ ഷീറ്റ് സംഭരണ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും അദ്ദേഹം പൂർത്തീകരിച്ചിരുന്നു. ഇതിലുപരി ഗൈക്കോ ഫാക്ടറി ലേ ഓഫ് നിർത്തലാക്കി പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച് തൊഴിലാളികളും മാനേജ്മെന്റ് അധികൃതരുമായി ചർച്ച നടത്തുകയും ഇതിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ടി.വി. എബ്രാഹിം ഇല്ല എന്നുള്ളത് തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വ്യവസായ സഹകരണ മേഖലയിലുള്ള പ്രസ്ഥാനം എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടി പ്രവർത്തനം നടത്തിയിരുന്ന ഗൈക്കോയ്ക്ക് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കാൻ കഴിയുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും ലഭ്യമാക്കാനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് വിധി നാടിനോടും ടി.വി. എബ്രാഹത്തിനോടും ക്രൂരത കാട്ടി അദ്ദേഹത്തെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കുറവലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വ്യവസായ സംരംഭത്തിന്റെ പുത്തനൊരു യുഗം ഇല്ലാതാക്കിക്കൊണ്ടാണ് ടി.വി. എബ്രാഹിം നിത്യതയിലേക്ക് യാത്രയായത്.